നീട്ടിയൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുഞ്ചിറ തങ്ങൾ ഉസ്താദ് വയനാട്ടിൽ നിന്നാണ് പരിപാടി കഴിഞ്ഞെത്തി ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ളത്. വീണ്ടും മലപ്പുറത്തേക്ക് ഒരു പരിപാടിക്ക് എത്താനുണ്ട്. എന്നാലും നമ്മുടെ ഈ ചെറിയ സ്വീകരിച്ച് വന്നതിന് അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. നേരത്തെ ചോദിച്ച് ഞാൻ വരാതെ തന്നെ ഒരുപാട് സാധാരണങ്ങളുണ്ടല്ലോ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു ഏതായാലും ഖാജ തങ്ങൾ ഉപ്പാപ്പന്റെ പരിപാടിയല്ല, ഞാൻ വരാമെന്ന് പറഞ്ഞ് രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. നീട്ടിയൊന്നും പറയുന്നില്ല. നമ്മുടെ പരിപാടിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. അല്ലാഹു ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച, സഹകരിച്ച, പ്രവർത്തിച്ച, സംസാരിച്ച എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട വന്യരായ ഷെയ്ഖുന ബഹുമാനപ്പെട്ട കുഞ്ചിറ തങ്ങൾ ഉസ്താദ് ദ്വാരക്കും ഈ പരിപാടി 10ാം വാർഷികം നടത്തുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട 9ാമത്തെ വാർഷികത്തോട് അനുബന്ധിച്ച അവസാനത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന വസയ്യിദുന മുർഷിദുന ഖുറത്തു സാദാത്ത് സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ മദദിലായി നമുക്ക് ഒരുപാട് കാലം അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മഹലിൽ വന്ന് ഈ 10 വർഷത്തിൽ 8 വർഷവും ബഹുമാനപ്പെട്ട ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് ഏതെങ്കിലും ഒരു പരിപാടിയിൽ വന്നിട്ട് സംബന്ധിക്കാതെ പോയിട്ടില്ല. അതായത് ഒരു വർഷം വരാൻ പറ്റില്ല, എനിക്ക് മസ്കത്തിൽ പോകാനുണ്ട്, ഞാൻ എങ്ങനെയാ എത്താൻ കയ്യിലാന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു തങ്ങളപ്പോ എപ്പോഴും വരുന്നുണ്ടല്ലോ, തങ്ങൾ ഉസ്താദിന്റെ പേര് ഞാൻ നോട്ടീസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നോട്ടീസിൽ പേര് കൊടുത്തു. അതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങളെ പരിപാടി അല്ലാഹു വിജയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്, അല്ലാഹു തആല അവിടുത്തെ നാക്ക് കൊണ്ട് പറഞ്ഞത് മുതൽ ഇന്ന വരെ എല്ലാ പരിപാടിയിലും വൻ വിജയമാണ് കണ്ടത്. കഴിഞ്ഞ പരിപാടിയിൽ 9ാമത്തെ വാർഷികത്തിന്റെ പരിപാടിയിൽ വന്നപ്പോൾ 2 പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ഉസ്താദ് പറഞ്ഞു ഇൻഷാ അല്ലാഹ് അതൊക്കെ ഉഷാറായി നടക്കും, നിങ്ങൾ വിഷമിക്കണ്ട, അതൊക്കെ റാഹത്താവെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ച് ദ്വാരത്ത് പോകുമ്പോ കീസയിൽ കൈയിട്ടിട്ട് 500 റുപ്യന്റെ പൈസ എടുത്തിട്ട് ഇത് കല്യാണത്തിന്റെ ആവശ്യത്തിൽ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എന്റെ കൈ തന്നുപോയി. അത് എടുത്തു വാങ്ങിയിട്ട് ഇന്നും എന്റെ കീസയിൽ വെച്ചിട്ടുണ്ട്. ഈ പരിപാടിയുമായി സംബന്ധിച്ച് ആരെ ബന്ധപ്പെടുമ്പോഴും അതേ കീസയിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാനും ബഹുമാനപ്പെട്ട നമ്മുടെ വന്യരായ സയ്യിദ് ഉമർ ജഫ്രി ഞങ്ങളും പ്രവർത്തകന്മാരൊക്കെ പോകുമ്പോൾ ഒരാളും ഇന്നേ വരെ ഈ പരിപാടിയോടനുബന്ധിച്ചുള്ള കാര്യത്തിന് വേണ്ടി ആൾക്കാരെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലാവരും നല്ലതാക്കാണ് സഹായിച്ചത്. പക്ഷെ ഈ പരിപാടി സെറ്റപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ ഉമ്മറാക്കളെ ലീസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ പേര് പോയ ഉമ്മറാക്കളെ ആളുകളെ അവരൊക്കെ കാണണം, നല്ല കണ്ട് അവരോട് നമുക്ക് സഹായിക്കാൻ വേണ്ടി പറയണമെന്നൊക്കെ. പക്ഷെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ദുആ അയക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഈ പരിപാടിക്ക് സഹായിച്ചത് വെറും പാവങ്ങളാണ്. 2000, 5000, 10,000, 10,000, 25,000, 1 പവന് 1/2 പവന് തന്നവരൊക്കെ പാവപ്പെട്ട മുഅ്മിനീങ്ങളാണ്. തങ്ങൾ ഉസ്താദിനോട് ദുആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതുവരെ ഇന്നലെ സ്വർണം എടുക്കുന്നത് വരെ വല്ലാത്ത പേടിയിലായിരുന്നു. അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി തങ്ങളെ ബഹുമാനപ്പെട്ട ഖുറത്തു സാദ് തങ്ങളുടെ ബാപ്പന്റെ ദർഗ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ എല്ലാവരും പോയി. എല്ലാവരും ഇവിടെ പറഞ്ഞു ജുമാ കഴിഞ്ഞപാട് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് തങ്ങളപ്പാന്റെ മഖാം സിയാറത്ത് ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാവരും 10-60 വരുന്ന ആളുകൾ വാഹനത്തിലൂടെ വന്ന് സിയാറത്ത് ചെയ്ത് അവിടുന്ന് റാലിയിലൂടെയാണ് വന്നത്. തങ്ങൾ ഉസ്താദ് സന്തോഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കി കരുതുന്നു. അല്ലാഹു തആല അവിടുത്തെ മദദ് ഈ നാട്ടിലും നമ്മളിലും എപ്പോഴും അല്ലാഹു നിലനിർത്തി തരട്ടെ. വളരെ സാരവത്തായ ഉപദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറോളം കഴിഞ്ഞ വർഷം വന്ന് ഇതേ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറയാത്ത വാക്കുകളിൽ അത്രത്തോളം ഓരോരുത്തർക്ക് തട്ടുന്ന മനസ്സിൽ ഉൾക്കൊള്ളാൻ
പറ്റുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ തന്നിട്ടാണ് പോയത്. അല്ലാഹു തആല അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നീട്ടി പറയുന്നില്ല, അവിടുത്തെ കറാമത്ത് എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു. അൽഹംദുലില്ലാ, ഓരോ കാര്യത്തിന് വേണ്ടി പൈസ കൊടുക്കുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നു. ഞാൻ ഇന്നലെയാണ് സ്വർണം കൊണ്ടുവരാൻ വേണ്ടി പോയത്. എൻ്റെ ക്യാഷൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയായി, എന്തായിരിക്കും 5 പവന് ഒരു കുട്ടിക്ക് സ്വർണം, 10 പവന് സ്വർണവും നല്ല പുയ്യാപ്പിളക്ക് കെട്ടാനുള്ള നല്ലൊരു വാച്ചും ഡ്രസ്സും ഒക്കെ കൊടുക്കാൻ വേണ്ടി കരുതി. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അൽഫ മറ. ഇനി ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാഹു ഹാജാ തങ്ങൾ ഉപ്പാപ്പന്റെ ബർക്കത്ത് കൊണ്ട് ഖുറത്തു സാദാത്ത് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അതിനെ സാധിപ്പിച്ച് തരുമെന്നുള്ളത് ഉറപ്പാണ്. ഈ കാര്യത്തിന് വേണ്ടി സഹായിച്ച പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ലീസ്റ്റ് ഒന്നും പറഞ്ഞിട്ടിപ്പോ ഞാൻ സമയം നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട സാദാത്തുകൾ വളരെ ക്ഷീണത്തിലാണ്. ബഹുമാനപ്പെട്ട ഉമർ ജഫ്രി തങ്ങളെ 2 ദിവസം 3 ദിവസത്തോളമായി തീരെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ നമ്മുടെ ഈ പരിപാടിയുടെ അവസാനത്തെ ചോറ് ഇപ്പൊ കൊടുക്കാൻ വേണ്ടി മട്ടൻ ബിരിയാണി, ചിക്കൻ കബാബ്, നല്ല സാമ്പാറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കരുതിയത്. അതും ഒരു ഖാജാ തങ്ങളുടെ പാപ്പന്റെ കറാമത്ത് എന്ന് ഞാൻ മനസ്സിൽ കരുതുന്നു. ബഹുമാനപ്പെട്ട വന്യരായ മുത്തന്നൂർ തങ്ങളും പാപ്പ അല്ലാഹു അടുത്ത് ആയുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ചെറിയ ക്ഷണം കേട്ടിട്ട് എത്രയോ തിരക്കുകളിടയിൽ ഇന്നും കൂടി വന്ന 4 വർഷത്തോളമായി നമ്മുടെ ഈ നാട്ടിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ടവർ വന്നിട്ട് ആദ്യം അവിടെയാണ് വരുന്ന സമയത്ത് ചെറിയ സ്റ്റേജിലാണ്. അപ്പൊ തങ്ങളുടെ സ്ഥാനോട് ചോദിച്ചത്, എന്താണ് ചീരണിക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു പോത്തിറച്ചാണ്. അപ്പൊ തങ്ങളപ്പ പറഞ്ഞു, അയ്യേ പോത്തിറച്ചൊന്നും എനിക്ക് വേണ്ട, നല്ല രൂപത്തിൽ ആട്ടിറച്ചെന്ന് പറഞ്ഞു. ഇവിടുത്തെ നാക്കിന്റെ ബർക്കത്തിൽ കൊണ്ട് അൽഹംദുലില്ലാ, പറഞ്ഞ വാക്കിന്റെ ബർക്കത്ത് കൊണ്ട് അതേ വർഷം 12 ആട് വന്നു. കഴിഞ്ഞ വർഷം 14 വന്നു. ഈ വർഷവും നല്ല രൂപത്തിലുള്ള ആടുകൾ വന്നു. മാഷാ അല്ലാഹ്. ഇപ്പൊ രാവിലെ ഇപ്പൊ ഈ പരിപാടി കഴിഞ്ഞിട്ട് ആട്ടിറച്ചും നല്ല നിലക്കുള്ള അപ്പങ്ങളൊക്കെ ആണ് ഭക്ഷണം കഴിക്കാനുള്ളത്. അതിന്റെ ശേഷം ബിരിയാണിക്കും 8ഓളം വരുന്ന വലിയ വലിയ ആടുകൾ, വലിയ വലിയ ആടുകളാണ്. അൽഹംദുലില്ലാ. അതിനെ തങ്ങളാപ്പ കണ്ടു പറഞ്ഞു, ഈ വർഷത്തെ ആട് മുഴുവനും ഞാൻ എന്റെ കൈ കൊണ്ട് അറുക്കാം എന്ന് പറഞ്ഞ് തങ്ങളാപ്പ പോയി. ഞങ്ങൾ 2 പോയി. അതിന് എല്ലാം അടത്തിട്ട് അതൊക്കെ സെറ്റപ്പ് ചെയ്യുന്നത് വരെ ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. 2, 3, 4 മണി വരെ ആയി. അതിന്റെ പണിയൊക്കെ കഴിയുമ്പോൾ തങ്ങളാപ്പ ഉറങ്ങിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ജഫ്രി തങ്ങൾ, പാണ്ഡ്യ തങ്ങളുപ്പ അല്ലാഹു അടുത്തേക്ക് ആയുസ്സും ആഫിയത്തും നൽകട്ടെ. അപ്പൊ അതൊക്കെ ഞങ്ങൾ വിചാരിക്കാത്ത നിൽക്കണം. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇന്നലെ തന്നെ 3 ആൾക്കാർ പറഞ്ഞു 3 ആട് വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞു. ഈ വർഷം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കുഞ്ചിലത്തങ്ങൾ പാപ ദ്വാരക്കുമ്പോ ഞങ്ങളും കൂടി ഒന്ന് ഓർക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പൊ തന്നെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ അവന്റെ വീട് പൂർത്തിയായി കിട്ടണം, വീട്ടിന്റെ പണിയൊക്കെ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് കച്ചവടം അത് നല്ല ഉഷാറായി കിട്ടണം ഒക്കെ മനസ്സിലാക്കി നല്ലൊരു ആട് ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്റെ ശേഷം ബഹുമാനപ്പെട്ട എന്റെ പ്രിയങ്കനായ സുഹൃത്ത് അൻസാർ ഫാദിലി ഇന്നലെ മുഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് തരാമെന്ന് പറഞ്ഞു. നേരത്തെ തരാൻ പറ്റിയിട്ടില്ല, ക്ലാസ് ഒക്കെ ഉള്ളത് കൊണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാനൊരു ആട് തരാം, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലത്തിൽ നിന്ന് ഒരു ആട് തരാം, എല്ലാത്തിനും വേണ്ടി തങ്ങളെ അപ്പയോട് ദ്വാരക്കാൻ വേണ്ടി പറയണമെന്ന് ഉണർത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ദ്വാരക്കണം. അല്ലാഹു തആല അവിടെ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇതൊക്കെ വാഗ്ദാനങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലാഹു അവിടെ ഹലാലായ മുറാദ് അല്ലാഹു സഫീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വിഷമങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് സാരവത്തായ ഭക്തി നിർബലമായതൊക്കെ ദ്വാരക്കുമ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. ഖത്മുൽ ഖുർആൻ ബഹുമാനപ്പെട്ട സുൽത്താൻ ഹിന്ദ് ഖാജ തങ്ങൾ പാപ്പന്റെ പേരിൽ ഓതാറുണ്ട്. അത് ഇന്നും മാഷാ അല്ലാഹ് ഓതി. അതിന്റെ ശേഷമാണ് മൗലിദ് തുടങ്ങിയത്. നല്ല രൂപത്തിൽ മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ജാഫർ സാദി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നല്ല രൂപത്തിൽ അത് കഴിഞ്ഞു. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ കുടുംബ പരമ്പരകളിൽ നിലനിർത്താനുള്ള തൗഫീഖ്, അതിനുള്ള സബബ് ഖാജ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഈ സ്വന്യരായ സാദാത്തുകളുടെ ബർക്കത്ത് കൊണ്ട്, ആലിമീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന
പഠിക്കുന്ന മുതഅല്ലിമുകളുടെ ബർക്കത്തുകൊണ്ട് അതിന് തൗഫീഖ് അല്ലാഹു നേടി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇവിടെ തന്നെ അടുത്ത കൊല്ലം ഇതേപോലെയുള്ള സ്റ്റേജും സെറ്റപ്പ് ഒക്കെ ചെയ്തോളണമെന്നില്ല. ഞാൻ ഇവിടുന്ന് വിട്ട് ഒരു കൊല്ലത്തോളമായി. അള്ളാഹുവിന്റെ സബബില് എല്ലാവർക്കും നമുക്കറിയാം, അവിടെ എപ്പോഴും നമുക്ക് ഒരേ സ്ഥലത്തൊന്നും റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ ഖളാ കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തണം. പക്ഷെ വിടുന്ന സമയത്ത് ഈ ജമാഅത്തുകാർ നല്ലവരായ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും കൂടിയിട്ട് 10ാം വർഷം ഇവിടുത്തെ 10ാം വാർഷികം നമ്മുടെ നാട്ടിൽ തന്നെ നടത്തണമെന്ന് പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ തന്നെ നടപ്പിലാക്കിയത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ ജമാഅത്തുകാരും SSFും SYSും MISും സജീവമായി പ്രവർത്തിച്ച എന്റെ കൂടെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഞങ്ങളൊക്കെ കൂടെ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി കയ്യിലുണ്ടാവുന്ന ചെറുപ്പക്കാർ സജീവമായി അന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരൊക്കെ പേരൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉണർത്തുന്നു. അരികൾ വാഗ്ദാനം ചെയ്യുന്നവരുണ്ട്, സ്വർണ്ണങ്ങൾ വാഗ്ദാനം ചെയ്ത് തന്നവരുണ്ട്, കൂട്ടത്തിൽ വാച്ച് തന്നവരുണ്ട്, പിന്നെ വസ്ത്രം, നല്ല വസ്ത്രം, പട്ട് വസ്ത്രമാണ്. എന്റെ അയൽവാസി, തൊട്ടടുത്ത അയൽവാസിയായ ഒരാള് ഹാബിറ്റുടെ അയാൾക്ക് ഡ്രസ് പിടിയുണ്ട് പുത്തൂരിൽ. അയാൾ കണ്ടപ്പോ നല്ല ഏത് വേണ്ടത് പറഞ്ഞിട്ട് പട്ടിന്റെ വസ്ത്രമൊക്കെ ഇങ്ങനെ വലിച്ചിടുന്നു. തങ്ങളപ്പോ പറഞ്ഞ് ഏതായിക്കോട്ടെ നിങ്ങൾ തന്നാ മതി, നല്ല മുന്തിയതാണ്, മുന്തിയതിന്റെ അടുത്തോളി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോളി എന്ന് പറഞ്ഞപ്പോ നല്ല മുന്തിയ വസ്ത്രമാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അള്ളാഹു ഒക്കെ ഖബൂൽ ചെയ്യാൻ വേണ്ടി അവർക്ക് അവിടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യാൻ വേണ്ടി തങ്ങൾ ആക്കണമെന്ന് ഉണർത്തുന്നു. അതേപോലെ ഞാൻ മുൻ ജോലി ചെയ്ത പുഞ്ചത്താഴിൽ നിന്ന് പാവപ്പെട്ട കുടുംബങ്ങളിൽപ്പെട്ട ഒരാള് എല്ലാ ദിവസവും എല്ലാ കൊല്ലവും ഞങ്ങൾ പോകും, നല്ല രൂപത്തിൽ ഞങ്ങളെ സ്വീകരിക്കുകയും ഭക്ഷണങ്ങൾ തന്ന് നല്ല ഒരു ഹദിയ തന്നുകൊണ്ടിരുന്നു. ഈ വർഷം അദ്ദേഹത്തിന്റെ ചെറിയ ജോലി ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ആ പൈസ ഒക്കെ സ്വരൂപിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ പൈസ 50,000 ഞാൻ എന്റെ കയ്യിൽ തന്നപ്പോ പെട്ടെന്ന് കരച്ചിൽ വന്നു പോയി. ഞാൻ കരുതിയില്ല അയാൾ അത് തരുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് മുതലുകൾ ഉണ്ടായിട്ടും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ചോദിച്ചാൽ തരാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഈ നാട്ടിൽ അൽഹംദുലില്ലാ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും അവർക്ക് കഴിയുന്ന രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. എന്നാലും അയാളുടെ ഒരു വീട്, ചെറിയൊരു വീട്, 2 മക്കൾ ഇപ്പൊ അടുത്തിട്ടേ പോയിട്ടുള്ള സൗദി. എന്നാലും അതൊക്കെ ഭരണം ചെയ്ത് നല്ല രൂപത്തിൽ സഹായിച്ച മൊയ്തുച്ചാൻ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അല്ലാഹു തആല അവിടുത്തെ ആഫിയത്ത് നൽകട്ടെ. അവിടുത്തെ മക്കളുടെ ബർക്കത്തിന്, ജോലിയിൽ ബർക്കത്തിന് വേണ്ടി തങ്ങളെ ദുആക്കണമെന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആളുകൾ സിദ്ദീഖ് പഞ്ച ബഹുമാനപ്പെട്ട കുഞ്ഞിയുടെ തങ്ങൾ അത്യന്തം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അവിടുത്തെ മഹലിലും നെക്കിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇന്ന് തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് 10 വർഷമായാണ്, 20 വർഷമായി നെക്കിരിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പൊ ഈ പയമ്പച്ചാന്ന് ഇങ്ങനെ ആരംഭിച്ച് 10 കൊല്ലം ആയതുകൊണ്ട് ഇങ്ങനെ 10 കൊല്ലം ഇങ്ങനെ ആ കണക്കൊക്കെ വിട്ടത്. പുഞ്ചത്തായാലും നെക്കിരയിലും ഇപ്പൊ മൗലൂദിയാം റൌഫ് സോരി അവരൊക്കെ ചെറിയ മുതാലിമായിരുന്നു. ബഹുമാനപ്പെട്ട വന്യരായ മുദരിസ് ഉസ്താദ്, ഫാദിൽ ഉസ്താദിന്റെ അടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു ചെറിയ പ്രായത്തിൽ. അന്ന് മുതൽ തന്നെ അവർ വന്ന് നമ്മുടെ മൗലൂദിൽ സംബന്ധിക്കാറുണ്ട്. അള്ളാഹു ഒക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടുന്നില്ല. എല്ലാവരും ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് അത് ചെറിയൊരു ലിസ്റ്റ് ആക്കി സഹായിച്ചവർക്ക് വേണ്ടി പറയണമെന്ന് വിചാരിച്ചു. ഇപ്പൊ അതിന് പറ്റിയ സമയമല്ല. പെട്ടെന്ന് നമ്മുടെ പരിപാടി വീണ്ടും തുടങ്ങാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും എനിക്ക് ക്ഷമിക്കണം. നിങ്ങളുടെ പേരുകൾ, നിങ്ങളുടെ തന്ന സംഖ്യകളൊക്കെ റബ്ബ് കാണുന്നവനാണ്. അള്ളാഹുവിനെ തവക്കലാക്കിയിട്ടാണ് എന്റെ കയ്യിൽ തന്നത്. അതിന് ഒരു നയാ കാശ് പോലും ഇങ്ങോട്ടും ആകാത്ത രീതിയിൽ ഇതുവരെ അതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ മുഷാവറയും 5 വർഷത്തോളമായി ഒന്നരായി ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും പാപ്പയെ പിടിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അതൊക്കെ ബഹുമാനപ്പെട്ട എത്തിയിട്ട് എങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ എല്ലാ റാഹത്തോടു കൂടി പറയും. അങ്ങനെയാണ്. എനിക്കൊരു കമ്മിറ്റി ഇല്ല ഈ പരിപാടി നടത്താൻ. ഒരു കമ്മിറ്റി സമിതി ഒന്നുമില്ല. ഇതിങ്ങനെ ഇപ്പൊ 2 ആൾക്കാർ സഹായിച്ചാൽ കമ്മിറ്റിന്റെ അംഗമാണ്. അങ്ങനെയാണ് ഇതുവരെ നടത്തിയത്. അല്ലാഹു തൗഫീഖോട് കൂടി ഒരു കമ്മിറ്റി ഒന്നും സംഘടന ഒന്നില്ല. എല്ലാവരും ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ഇത്രയും വിപുലമായ നടത്താൻ കഴിയുന്നത്. ഒരു കമ്മിറ്റി സമിതി രൂപീകരിച്ചപ്പോൾ
ആ പന്തൽ അങ്ങാക്കി ഈ പന്തല് അത് വേണ്ട, ആ പന്തൽ വേണ്ട, അവിടെ വേണ്ട, അത് എത്ര പൈസ ആവും, അതെയോ ഭയങ്കര പൈസയായി, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാനുണ്ടാവും. അൽഹംദുലില്ലാഹ് ഇതുവരെ എല്ലായിടത്തും നെക്ക് മുതൽ പുഞ്ചത്താട് വരെ ഈ 20 വർഷത്തിന് നടത്തിയത് ഇതുവരെ ഒരാൾ കമ്മിറ്റിക്കാരെ കൂട്ടിയിട്ടില്ല. നമ്മൾ ഇവിടെ ആദ്യം വെച്ച SBS പേരിലാണ് തുടങ്ങിയത്. എന്ത് SBS പറയുമ്പോൾ കുട്ടികളും നമ്മുടെ സദർ ഉസ്താദ് ഞങ്ങൾ മാത്രം ചർച്ച ചെയ്യാനുള്ളൂ, അങ്ങനെ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് അള്ളാഹു തൗഫീഖോടുകൂടി അതിലൊരാൾക്കും സംശയവും അല്ലെങ്കിൽ ദുർവിചാരം ഒന്നും വന്നിട്ടില്ല. അതുപോലെ ഇനിയും നടത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പള്ളിന്റെ പെയിന്റ് ആദ്യത്തെ വർഷത്തിൽ ഇറങ്ങുന്ന സ്റ്റെപ്പ്, പള്ളിക്ക് വേണ്ടിയുള്ള പെയിന്റും അതിന്റെ എല്ലാ സെറ്റപ്പുകൾ ചെയ്യാൻ വേണ്ടി ഈ ഖാജാ തങ്ങളെ പാപ്പന്റെ പരിപാടിയിൽ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം കമ്മിറ്റിക്കാർ പോലും അറിയാത്ത രീതിയിൽ ഖാജാ തങ്ങളെ പാപ്പന്റെ പരിപാടിയെ സംബന്ധിക്കാൻ വേണ്ടി വന്യരായ ശൈഖുന ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി 5 വർഷം മുമ്പ്. ആ വർഷത്തിൽ പോയപ്പോ പേരുടെ ഉസ്താദ് നാദാ പ്രസംഗിക്കുന്നുണ്ട്, ആർക്കും ഡേറ്റ് കൊടുക്കുന്നില്ല. ആ സമയത്ത് ഞാൻ എന്താക്കി, ഞാൻ എന്റെ കയ്യിൽ സംഖ്യ കൊടുക്കാൻ വേണ്ടിട്ട് ഈ സംഖ്യയിൽ നിന്ന് പോയി കൂട്ടി 6666 രൂപ ഖുർആനിന്റെ കണക്കനുസരിച്ചിട്ട് ലീസ്റ്റ് എഴുതി മുഖർപ്പണിയിൽ മുദ്രിസായിട്ടുണ്ടായിരുന്നു. നമ്മുടെ തോക്കിസ്ഥാന്റെ അസിസ്റ്റന്റ് മുദ്രിസ്, അയാളെ മലപ്പുറക്കാരാണ്. കൊടുക്കട്ടെ. ആഭ്യാസമാണ് ഞാൻ പറഞ്ഞു പുസ്തകം ശരിക്കും മര്യാദ കൈവേദന എഴുത്ത് ശരിയാണല്ലോ, പുസ്തകം കൊടുക്കണമല്ലോ. അങ്ങനെ ആഭ്യാസൻ ഉസ്താദ് എന്താക്കി, ഞാൻ പറഞ്ഞു 6666 രൂപ പേരുടെ പുസ്തകം കിട്ടാൻ വേണ്ടി ദ്വാരക്ക് വേണ്ടിയാണ് ഈ സംഭാവന. ഉസ്താദിന്റെ കൈമന്നെ കൊടുത്ത് ദ്വാപിച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യണോ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു വെട്ടാണോ, എന്താ പറയുന്നത്, എന്നൊക്കെ വട്ടാണോ, എന്റെ പേരൊന്നും പറയല്ലേ പേരുടെ സ്ഥാനോട്, ഞാനൊന്നും പറയില്ല, ഞാൻ കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ സഹിച്ചോളാം പറഞ്ഞു. അങ്ങനെ തന്ന് നേരെ നാദാപുരത്തേക്ക് പോയി. കാലം നടക്കുമ്പോൾ ഞാനും ബഹുമാനപ്പെട്ട അധ്യക്ഷ മൂസ ഹാജിന്റെ മകൻ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്ങളായ സുഹൃത്ത് PM അബ്ദുറഹീം, ഇവിടുത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അന്ന് PM ബഹുമാനപ്പെട്ട നമ്മുടെ ഇബ്രാഹിം, അങ്ങനെ 3 ആള് കാറെടുത്തിട്ട് പോയി പറഞ്ഞു ദ്വാക്കുമ്പോ ഈ ലിസ്റ്റ് എല്ലാം അവിടുത്തെ മുദ്രസിനോട് കൊടുത്തു. ഇയാളിങ്ങനെ നോക്കി ചിരിക്കും, നിങ്ങൾ ഇവിടെ നിൽക്കുക, അങ്ങോട്ട് പോകണ്ട, നിർത്തിയിട്ടാണ് പോയത് അങ്ങോട്ടേക്ക്. ഞാൻ അങ്ങനെ എന്തായിക്കോട്ടെ എന്ത് പറഞ്ഞാൽ മോശമില്ല അറിഞ്ഞിങ്ങനെ അവസ്ഥ ഇങ്ങനെ വായിച്ചിട്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞ അവിടേക്ക് ഞാൻ വരാൻ നിർബന്ധമായ എന്തോ ഉസ്താദ് അവിടുത്തെ പറഞ്ഞു ഏറ്റെടുത്ത് ഉസ്താദ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഉസ്താദിന്റെ കൂടെ നല്ല ഭക്ഷണമൊക്കെ തന്ന് എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ 6666 രൂപ തന്നിട്ട് ബുക്ക് ചെയ്താണെന്ന് പറയണം. വിളിക്കുമ്പോ ബുക്ക് ചെയ്യാൻ വേണ്ടി ഡേറ്റ് ചോദിക്കുമ്പോൾ അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും എന്നോട് എനിക്ക് ഡേറ്റ് തന്നത്. എപ്പോ പറയുമ്പോ 6666 രൂപ തന്നില്ല, അയാളാണ് വിളിക്കുന്നത്. ഡേറ്റ് കൊടുത്തില്ലേ സഖാബി ഉസ്താദ് ചോദിക്കാൻ. അങ്ങനെയാണ് അന്ന് വരുമ്പോ ഉസ്താദ് കുറേ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് വന്നത്. അതിന്റെ ഒരു കുറ്റാളിലേക്ക് വലിയൊരു മുതിർന്നൊരു ഉമറാക്കളിൽപ്പെട്ട ഒരാൾ വരാൻ വേണ്ടി അന്ന് ഉസ്താദ് പറഞ്ഞു കുറച്ച് ലേറ്റായി, എത്ര ലേറ്റായ ഉസ്താദ് എത്തിയിട്ടൊന്ന് ദ്വാന്ന് പോയാലും മതി പറഞ്ഞു. എന്നാ ഞാൻ വരാൻ പറഞ്ഞു. ഉസ്താദ് ഏറ്റെടുത്ത് 12 മണിയാകുമ്പോഴാണ് വന്നത്. ആൾക്കാരെല്ലാം പിരിഞ്ഞിപ്പോയി. ഇന്ന് പേരുടെ ഉസ്താദ് വരില്ല, ഞാൻ വരുന്നു പറഞ്ഞു, ഇല്ല പറഞ്ഞു. AB സാഹിദ് ഉസ്താദ് അടക്കം പറഞ്ഞു ഇനി വരില്ല, എല്ലാ ആൾക്കാരും പോയി. ഞാൻ വരുന്നു പറഞ്ഞു. അങ്ങനെ 12 മണിക്ക് വന്നിട്ട് 1 മണിക്കൂറോളം പ്രസംഗിച്ച് ഇതേ സ്റ്റേജ് ഞാൻ സ്റ്റേജ് ഉണ്ടാക്കിയത് തറക്കല്ലൊക്കെ അതിന്റെ നമ്മുടെ ശിലാന്യാസം ഇട്ടതുപോലെ സ്റ്റേജിൽ തന്നെ നമ്മുടെ മദ്രസന്റെ ശിലാന്യാസമൊക്കെ നിർവഹിച്ച് ബഹുമാനപ്പെട്ട വലിയരായ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി ഈ നാട്ടുകാരും ഞങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കാത്ത രൂപത്തിലുള്ള അതിമനോഹരമായ കാണുന്ന മദ്രസ ഖാജാ തങ്ങൾ പാപ്പന്റെ ബർക്കത്ത് കൊണ്ട് 4 വർഷത്തോളം പുത്തന്നൂർ തങ്ങൾ ബഹുമാനപ്പെട്ട കൂരിക്കുഴി തങ്ങളപ്പ അടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ സാദാത്തുകൾ വന്നിട്ട് 3 വർഷം തുടരെയായി ബഹുമാനപ്പെട്ട വന്യരായ മുത്തന്നൂർ തങ്ങളപ്പ വന്നിട്ട് അതിന് വേണ്ടി സംഭാവന ചോദിച്ചപ്പോ ഈ നാട്ടിൽപ്പെട്ട നല്ല മനസ്സുള്ള നല്ല റാഹത്തോടെ കൊടുത്ത ആളുകളുടെ വീണ്ടും വാഗ്ദാനങ്ങളൊക്കെ ഏറ്റെടുത്ത് ഖാജാന്റെ മജ്ലിസിൽ ദുആയിൽ ഉൾക്കൊണ്ടാൽ സാദാത്തിന്റെ ദുആ എനിക്ക് കിട്ടണമെന്ന് ആവേശത്തോടെ അവരൊക്കെ ഏറ്റ് അല്ലാഹ് സഹകരിച്ച പ്രവർത്തിച്ച് കാണത്താൽ ഖാജാ തങ്ങൾ ഉപ്പാങ്ങളുടെ കറാമത്തിലൂടെ
അറിയാത്ത രീതിയിൽ അതിമനോഹരമായ മദ്രസ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. താഴത്തെ തന്നെ നോക്കുമ്പോൾ MIS-ന്റെ ഓഫീസ്, SSF, SVS, കർണാടക മുസ്ലിം ജമാഅത്ത്, അതിന്റെ അപ്പുറത്ത് പള്ളി കമ്മിറ്റിയുടെ ഓഫീസ്, അങ്ങനെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഓഫീസ് കാണുമ്പോൾ വല്ലാത്ത റാഹത്താണ്. അല്ലാഹു അതിന്റെ പ്രവർത്തകന്മാർക്കൊക്കെ നിലനിർത്തി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ദീർഘകാലം ആഫിയത്തോടെ, ആവേശത്തോടെ, ഇഖ്ലാസോടെ ഈ ഖാജാ തങ്ങൾ പാപ്പന്റെ ബർക്കത്തോട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന ദുആയോടെ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ അയച്ചതിന് ശേഷം 10ാം വാർഷികത്തിൽ ഞാൻ വിചാരിച്ചു എല്ലാ ജമാഅത്തും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ബഹുമാനപ്പെട്ട പാവപ്പെട്ടവർക്ക് സഹായിക്കണം. 5ാമത്തെ വർഷത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു 3 പെൺകുട്ടികളെ കെട്ടിക്കണം. അത് പ്രശ്നമൊന്നുമില്ല, അതെങ്ങനെ കെട്ടിച്ചോളൂ, നിങ്ങൾ കെട്ടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പറഞ്ഞ് ഉസ്താദ് ആശീർവാദം തന്നു. അൽഹംദുലില്ലാഹ്. അത് തങ്ങൾ ഉസ്താദ് പറഞ്ഞു എന്തായാലും നമുക്ക് വർഷം 3 കുട്ടികളെ കെട്ടിച്ചു കൊടുക്കണം. അങ്ങനെ 3 കുട്ടികളെ കുമ്പക്കോടും മാണിമൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയാപ്പിള്ള ശരിയാക്കാത്തത് കൊണ്ട് 2 മാസം സെറ്റായത് കൊണ്ട് അതിന് മാത്രം അങ്ങിട്ട് അൽഹംദുലില്ലാഹ് സഹകരിച്ച പ്രവർത്തിച്ച കാരണത്താൽ ഇന്ന് 12 മണിക്ക് സൈനുൽ മാണി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ആ ചടങ്ങ് നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വീണ്ടും വരുന്ന കൊല്ലങ്ങളിൽ അല്ലാഹു ഇത്തരത്തിലുള്ള ഒരുപാട് ഇതുമയിലായി ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ പാപ്പ പറഞ്ഞ ആ ഉപദേശം ഫാദിൽ ഉസ്താദ് മുന്നാദ് നൗഫൽ സഖാഫി ഉസ്താദ് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് മഹല്ലത്തേക്ക് മാത്രമല്ല പാവപ്പെട്ട എത്രയോ ആളുകളുണ്ട്. ഇന്ന് മറ്റൊരു കുട്ടി അവരുടെ കുടുംബക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു യതീമായ കുഞ്ഞിന്റെ നിക്കാഹാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ യതീം കുട്ടിയുടെ അനുജന് ഹാഫിളാണ്. നല്ല ഖിറാഅത്ത്, നല്ല സ്ഫുടമായ രീതി, നല്ല സ്ഫുടമായ രീതിയിൽ ഖുർആൻ ഓതാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആ പെണ്ണിന്റെ ആങ്ങള. 2 കിഡ്നിയും നഷ്ടപ്പെട്ട് 35 ലക്ഷം രൂപ ഹാഫിളിന്റെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി വേണം. ഇന്നും അദ്ദേഹം ഡയാലിസിന് പോയിട്ടാണ് ഇന്ന് വരുന്നതെന്ന് തോന്നുന്നു. ആഴ്ചയിൽ 4 പ്രാവശ്യം 4 ദിവസം അദ്ദേഹം ഡയാലിസിസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതൊക്കെ അതേപോലെ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി കെട്ടിച്ചുകൊടുത്ത സഹോദരിക്ക് ക്യാൻസറിന് അതിന് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അലട്ടുന്ന ആ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ നിക്കാണ്, യതീമാണ് ആ കുഞ്ഞിന്റെ ആ പൊന്നുമോളുടെ നിക്കാ 2ാമത് നടക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഇവിടെ തന്നെ പാവപ്പെട്ട നമ്മുടെ മഹനത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. അവർ 2 ആൺകുട്ടികൾ ചെറിയ ശമ്പളത്തിൽ ചെറിയൊരു വീടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വിഷമത്തിലായിരിക്കുന്നത്. അയാളുടെ പ്രായമുള്ള മക്കളെ കെട്ടിച്ചു കൊടുത്ത് ഇപ്പൊ ഗർഭിണികളെ അയക്കുകയാണ്. അപ്പൊ ഉസ്താദുമാർ ഞങ്ങൾക്ക് ചർച്ച ചെയ്തിട്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് അവിടെ കല്യാണം നമുക്ക് കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് തീരുമാനിക്കുകയും ആ തീരുമാനമൊക്കെ അൽഹംദുലില്ലാഹ് സ്വപ്നം കണ്ടത് അത് യഥാർത്ഥത്തിലായി പണിയാൻ വേണ്ടി പോവുകയാണ്. അതൊക്കെ അത് നമ്മൾ കബൂൽ ചെയ്യാൻ വേണ്ടി എല്ലാ മൂല്യങ്ങളും ദ്വാരക്കണം. വന്യരായ നമ്മുടെ PB ഫഖറുദ്ദീൻ ഹാജി അല്ലാഹുവിന്റെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. ഉംറകളിൽപ്പെട്ട ഒരു നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. മാത്രമാണ് നമ്മുടെ ഒരു ഉംറകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഞങ്ങൾ ഉംറകളെ ഞാൻ പറഞ്ഞില്ല, ഉംറകളെന്ന് ആരും ചോദിച്ചില്ല. അയാൾ മാത്രം ഞങ്ങൾക്ക് ഉംറകളിൽ വലിയ മുതിർന്ന ശങ്ക. ഞങ്ങൾ പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് മുത്തുന്ന തങ്ങളോട് വാഗ്ദാനം ചെയ്യുമ്പോൾ അദ്ദേഹം ഇല്ല. രാവിലെ മുത്തുന്ന തങ്ങളൊപ്പം പോയ ദുആക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം ഞാൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട PB ഫഖറുദ്ദീൻ ഹാജി അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദേ എന്റേതും കൂടി ഒരു പവൻ ഇട്ടോളി എന്ന് പറഞ്ഞ് വായിച്ചിട്ടു. അത് ഇന്നലെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു പവനിന്റെ നല്ലൊരു കോയിൻ കൊണ്ടുവന്ന് തന്നു. ഇന്നത്തെ ഇപ്പൊ നടക്കുന്ന പേരിൽ തന്നെ അവർ അത് ഏറ്റുവാങ്ങി ഇതിന്റെ സംഭാവനയൊക്കെ സ്വീകരിച്ചു. അള്ളാഹു അവിടത്തേക്കും കുടുംബത്തിൽ നിന്ന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞങ്ങളെ സമയത്ത് ഈ പള്ളിയിൽ ഞാൻ ഖിദ്മ ചെയ്യുമ്പോൾ മദ്രസന്റെ ആവശ്യത്തിന് വേണ്ടി, പള്ളിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആവേശത്തോട് ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത വ്യക്തിത്വമാണ്. ഒരുപാട് അതിന്റെ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് ചെറിയൊരു അസുഖം കൊണ്ട് വിഷമിക്കുകയാണ്. അല്ലാഹു തആല ആ മോൾക്ക് പരിപൂർണമായ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യം അല്ലാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള രോഗത്തിൽ നിന്നും പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും ഹാജിരായ ശിഫവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങളൊപ്പം ദുആക്കും. അതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട വന്യരാമയുടെ ഓരോ അധ്യക്ഷൻ 10,000 രൂപ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ
മുസ്ലിം ജമാഅത്ത് കർണാടക ജമാഅത്ത് പൈമ്പച്ചാലും യൂണിറ്റിന്റെ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി നല്ലൊരു അരപ്പവന് തന്നിട്ടുണ്ട്. കൂടാതെ ആടും അതുപോലെ തന്നെ മക്കളുടെയും മരുമക്കളുടെയും നല്ല സംഖ്യകൾ ആ വീട്ടിൽ നിന്ന് എല്ലാ കൊല്ലവും നല്ലൊരു സംഖ്യകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നല്ലൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കെ മുഹമ്മദ് ഹാജി, അതുപോലെ നമ്മുടെ ഉസ്മാൻ ഹാജി, അതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വന്യരായ അബ്ബാസ് ഹാജി പി എം, അദ്ദേഹം മക്കളും കൂടി അരി ഇവിടെ തന്നിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 8-9 വർഷത്തോളമായി അവര് ഇവിടെ തന്നെ എപ്പോഴും എല്ലാ കൊല്ലത്തിനും അരികൾ തരുന്നത്. അതും അള്ളാഹു കബൂൽ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളാപ്പത്ത് ആഗ്രഹം ഉണർത്തുന്നു. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥാപിക്കും. അള്ളാഹു ആരോഗ്യം അള്ളാഹു ഏറ്റുകൊടുക്കുമാറാകട്ടെ. വന്യരായ ജിബ്രി തങ്ങളാപ്പങ്ങളും അള്ളാഹു ആയുസ് ആഫിയത്ത് നൽകുമാറാകട്ടെ. എല്ലാ സാധാത്യങ്ങൾക്കും ഇവിടെ കൂടിയ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമറാക്കൾ താലിമുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച് സഹായിച്ച എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഈ പരിശുദ്ധമായ ഗ്രാൻഡ് അജ്മീർ സമിതിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. ഇതിൽ 2 കാര്യങ്ങൾ ചെയ്യാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിക്ക് 5 വർഷത്തോളായി വന്യരായ ഷെയ്ഖുന ജഫ്രി തങ്ങൾ നല്ല ആവേശത്തോടെ നമ്മുടെ ഒരു സയ്യിദിനെ പോലെയല്ല, ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുന്നത്. അവിടത്തേക്ക് വന്യരായ കുഞ്ഞുള്ള തങ്ങളപ്പ ഒരു സാധനം ഒരു മെമന്റ് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞ ആളുകൾക്ക് മെമന്റ് കൊടുക്കാണ്ടതൊക്കെ കൊടുത്തതിന് ശേഷം തങ്ങളപ്പ ചെറിയെടുത്തു ആയിരുന്നിട്ട് നമുക്ക് പെയ്യ ബഹുമാനപ്പെട്ട ആദ്യമായിട്ട് രണ്ടാമത് ബഹുമാനപ്പെട്ട കുഞ്ഞിലെ തങ്ങളാപ്പ നമ്മുടെ ഖാജ തങ്ങളുപ്പാപ്പന്റെ പരിപാടിക്ക് 2 വർഷമായി വരുന്നത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വയനാട് പരിപാടി കഴിഞ്ഞിടയ്ക്ക് വരാൻ എത്ര പ്രയാസമുണ്ട്. നിങ്ങൾ നോക്കി മുഖം കാണുമ്പോൾ തന്നെ കാണുന്നില്ല. ആയുസ് നൽകട്ടെ. അത്തരത്തിലുള്ള മഹാന്മാരുടെ ആ മനസ്സ് ഈ ഒന്നിനും കൊള്ളാത്ത സാധുക്കളായ ഞങ്ങളെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ഞാൻ ദ്വാക്കുന്നു എപ്പോഴും. ഇൻഷാ അല്ലാഹ് അവരുടെ ദ്വായും ബർക്കത്തും കൊണ്ടാണ്, ഈ സാദാത്തുകളെ ബർക്കത്ത് കൊണ്ടാണ്, അവർ ദ്വാന്റെ ബർക്കത്ത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രവർത്തനമൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഒരു ഹിമ്മത്ത് കിട്ടുന്നത്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അവർക്ക് ആഫിയത്ത് അള്ളാഹു കൊടുക്കട്ടെ. തങ്ങൾ ഉസ്താദ് ജിഫ്രി തങ്ങൾ, ഹുസൈൻ തങ്ങളപ്പ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ പരിപാടി 10 വർഷത്തോളം ആയി. 10 വർഷത്തിന് ഈ വർഷം മാത്രമേ മുസ്ലിം തങ്ങൾ കിട്ടിയിട്ടില്ല. എല്ലാ വർഷത്തിന്റെ പരിപാടിക്ക് ആദ്യം സംഭാവന എടുക്കുന്നത് മുസ്ലിം തങ്ങൾ കഴിഞ്ഞാണ്. മുസ്ലിം തങ്ങൾ ഉള്ള 500 രൂപ 300 രൂപ തന്നെ വിജയിച്ചോളം പറയും. അവിടുത്തെ നാഗന്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ പരിപാടിക്ക് ഒരു കടം ഇന്ന് വരെ വന്നിട്ടില്ല. അൽഹംദുലില്ലാ. അല്ലാഹു അവിടുത്തെ ആഫിയത്ത് നൽകട്ടെ. അവിടുത്തെ ബഹുമാനപ്പെട്ട കുഞ്ഞില തങ്ങൾ, ഉമർ ജിഫ്രി തങ്ങൾ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട മുദരിസ് ഉസ്താദ് ഞങ്ങൾ നെക്കിലത്ത് തുടങ്ങുമ്പോൾ തന്നെ അവിടുത്തെ മുത്താരങ്ങൾ വരുന്നുണ്ട്. പുഞ്ചത്താഴ് വന്നിട്ടുണ്ട്. ഈ പൈമ്പച്ചാഴിലും ബഹുമാനപ്പെട്ട ഒരു പ്രത്യേകത ഒരു സമ്മേളനം അങ്ങനത്തെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കുട്ടികളൊന്നും പറഞ്ഞേക്കില്ല. ഖാജ തങ്ങളുടെ എന്തോ ഒരു ഇഷ്ടമാണ് ബഹുമാനപ്പെട്ടവർക്ക്. ഇന്ന് രാവിലെ ഞാൻ എന്തോ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൂപ്പര കുട്ടികളും വന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു
ഖബൂൽ ചെയ്യട്ടെ, ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വന്യരായ ശൈഖുന അപ്പിയ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ പൊന്നോമന പുത്രൻ 15-16 വർഷത്തോളമായി കൂറത്ത് മുദ്രസ് ആയി സേവനം അനുഷ്ഠിക്കുന്നത്. ഈ 10 വർഷത്തിലും ബഹുമാനപ്പെട്ട അവിടെ ശിഷ്യന്മാരും ഈ പരിപാടിക്ക് വന്നിട്ട് ഒക്കെ കഴിഞ്ഞ് റാഹത്തായിട്ടാണ് പോകുന്നത്. ഈ വർഷം ഞങ്ങൾ ഖാജാ തങ്ങൾ ഉപ്പാപ്പന്റെ അടുത്തേക്ക് നോട്ടീസൊക്കെ അടിച്ച് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട്. അള്ളാഹു അവിടുത്തേക്ക് ആയുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടുത്തേക്ക് ബഹുമാനപ്പെട്ട സാദാത്തുകൾ എല്ലാവരും കൂടി ഒരു സഹായിക്കണമെന്ന് ഉണർത്തുന്നു. ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. ഈ പരിപാടി വ്യത്യസ്തമായ രീതിയിലാണ് പരിപാടി ഈ പരിപാടി വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ആദ്യത്തെ പരിപാടി ജിസ്തിയ ഖുതുബിയത്താണ് കഴിച്ചത്. അത് പാണ്ടി മഹലിൽ വെച്ചിട്ടാണ്. അതിന്റെ വന്യരായ പ്രസിഡന്റ് ജഫ്രി തങ്ങളാണ് അവിടുത്തെ ഒരു മെമ്മോട്ടോ സ്വീകരിക്കാൻ വേണ്ടി ഉണർത്തുന്നു. അല്ലാഹു അക്ബർ. രണ്ടാമത് പൈമ്പച്ചാൽ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ബഹുമാനപ്പെട്ട കുഞ്ഞിട തങ്ങൾ രണ്ടാമത്തെ പരിപാടി എന്നല്ല ഈ 10 വർഷവും വിപുലമായതൊക്കെ നടത്താൻ വേണ്ടി സഹകരിച്ച നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, അതിന് എല്ലാ ഒത്താശകളും ചെയ്തു തരുന്നവർ അല്ലാഹുവൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതിന് സ്മരണമായ ഒരു ഓർമ്മക്ക് ബഹുമാനപ്പെട്ട സാദാത്തുകളിൽ നിന്ന് ഇന്നലെ കാതിരിച്ച നമ്മുടെ കാനൂൻ സലാം മൂസച്ച, അതേപോലെ അഡ്വക്കേറ്റ് മൂസ സാഹിബ്, അതുപോലെ മറ്റുള്ള ആളുകൾ വന്ന് പെട്ടെന്ന് സ്വീകരിക്കണം. കുമ്പക്കോട് മഹലിൽപ്പെട്ടവരുണ്ട്. അതും പെട്ടെന്ന് ലേറ്റ് ആക്കണ്ട. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ കുമ്പകോടില് ഈ പരിപാടി ഈ വർഷം നടത്തിയപ്പോൾ നല്ല സഹായിച്ച വ്യക്തിത്വങ്ങളാണ്. അവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടി ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മുടെ ഈ പരിപാടിന്റെ സെറ്റപ്പ് എല്ലാ വർഷവും ആത്മാർത്ഥമായി ഞങ്ങളെ കൂടെ ഇതിന്റെ സാധനം കൊണ്ടുവരാൻ, അരി കൊണ്ടുവരാൻ എന്ത് ടെൻഷൻ ഇല്ല ഞങ്ങൾക്ക്. ഇങ്ങനെ പറഞ്ഞാൽ മതി, ലിസ്റ്റ് കൊടുത്താൽ മതി. രാത്രിയും പകലിനും വേണ്ടി ഒത്താശകൾ ചെയ്ത് തന്ന വന്യരായ ഇവിടുത്തെ സെക്രട്ടറിയും മദ്രസയുടെ സദറുസ്താദുമായ വന്യരായ ഇസ്മായിൽ സഖാഫി ഉസ്താദ് ഏറ്റുവാങ്ങണമെന്ന് ഉണർത്തുന്നു. കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കുഞ്ഞ് തങ്ങൾ ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ. പിന്നെ നമ്മുടെ ഈ ഇതിന്റെ ഇപ്പൊ എൻ്റെ പെങ്ങളെ മോളെ കല്യാണം സിദ്ദീഖ് സഖാഫി ഞാൻ വന്ന മുതൽ എല്ലാ സമയത്തും സജീവമായിട്ട് ആഹോരാത്രി പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. അല്ലാഹു തആല ആയുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സാലിഹായ സന്താനങ്ങൾ അല്ലാഹു നൽകാൻ കഴിയട്ടെ. ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി ഹിമമിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സാദാത്തുകൾ കയ്യിൽ നിന്ന് വാങ്ങുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. രണ്ടാമത് SSFന്റെ പ്രവർത്തകന്മാർ എല്ലാവരെയും, SSF പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും ആത്മാർത്ഥമായി ഈ വർഷം ഞങ്ങളെ സഹായിച്ചവർ ഈ വർഷം എന്നല്ല എല്ലാ സമയത്തും ഇതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും. ഇന്ന് കഴിഞ്ഞ ദിവസം മദീന മജ്ലിസ് കണ്ടില്ലേ, SSFന്റെ ഭാഗത്ത് തന്നെ 1 ലക്ഷം റുപ്യ അവിടെ സ്വരൂപിച്ച് ഈ പരിപാടിക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ പ്രവർത്തകന്മാരുടെ എല്ലാ ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. സമയം കളയുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസിഡന്റ് നാസർ, എല്ലാവരും അഹമ്മദ് കുഞ്ഞി, സാബിത്ത് തുടങ്ങിയ എല്ലാ ആൾക്കാരെയും ക്ഷണിക്കുന്നു. MSന്റെ ഹസനാർ, സിദ്ദീഖ് ഹാസിഫ്, MSന്റെ പ്രവർത്തകന്മാർ, അതേപോലെ ഈ 10 വർഷത്തിലും അതിനുള്ള പാത്രങ്ങൾ, അതിനുള്ള ചെയർ, എല്ലാ സെറ്റപ്പും പാടകത്താണ് അല്ലെങ്കിൽ അത് ആക്കണം ഇതാക്കണം ഒന്നും പറയാതെ എല്ലാ സെറ്റപ്പും അവർ തന്നെ ചെയ്തു തന്നവരാണ്. അവർക്ക് വേണ്ടി നമ്മുടെ ഈ പരിപാടി ഇൻഷാ അല്ലാഹ് ഇതുപോലെ നടത്തുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്.
അള്ളാന്റെ ഖള ഉണ്ടെങ്കിൽ ഏടെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇത് എല്ലാ വർഷവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നടത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവരും ഒന്നിച്ചിട്ട് ഏടെങ്കിലും അള്ളാഹിന്റെ ഖള ഉള്ള സ്ഥലത്ത് നല്ല രൂപത്തിൽ നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആടൊക്കെ വാഗ്ദാനം ചെയ്തവർക്ക് ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ സഹായിക്കാനുള്ള മനസ്സും അള്ളാഹു നമുക്ക് കൊടുക്കട്ടെ. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അൻസാരിയ മുദരിസ് അവിടേക്ക് ഒരു MS നമ്മുടെ എപ്പോഴും നമ്മുടെ ജഫീ തങ്ങൾ പറയുന്നുണ്ട്, ഒരു ഖത്തീബുമാർ വരുമ്പോ ഈടെ ഒരു ഖത്തീബ് ഉണ്ടാകുമ്പോ അയാൾ ഖത്തീബ് വന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും ചെറിയ വിഷമം ഉണ്ടാവല്ലോ. എന്തിൽ നല്ല രൂപത്തിൽ എന്റെ കൂടെ സഹായിച്ച വ്യക്തിത്വമാണ്. അവിടത്തേക്കും ഒരു മെമ്മോറിയൽ സാദാത്യങ്ങൾ വാങ്ങാൻ വേണ്ടി ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട ജാഫർ സാദി 10 വർഷത്തോളായി, 9 വർഷത്തോളായി, ഒരു വർഷം വന്നില്ല. ജാഫർ സാദിയും കൂട്ടും വന്നിട്ട് ഇൻഷാ അല്ലാഹ് ഒരു മെമ്മോറിയൽ സ്വീകരിക്കാൻ വേണ്ടി പെട്ടെന്ന് തങ്ങളെ പോയി ലേറ്റായി. പ്രവർത്തകന്മാർ കബൂച്ചട്ടി പ്രവർത്തനങ്ങളൊക്കെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മുടെ ജാഫർ സാദി നമ്മുടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആ സമയത്ത് എല്ലാ ഒത്താശകൾ ചെയ്യുന്ന അന്യരായ നമ്മളുടെ പ്രസിഡന്റ്, ഇതുപോലെ തന്നെ കാനൂൻ മുസ സാഹിബ് അഡ്വക്കേറ്റ് ഒക്കെ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നല്ല ഈ വർഷവും അദ്ദേഹത്തിന്റെ ഫാമിലി മുഖേന അദ്ദേഹം ഒരു ഭവനും പ്രസിഡന്റ് അരഭവനും കൂടാതെ ഭക്ഷണം എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഒക്കെ കബൂലിച്ചട്ടെ. 2 വ്യക്തിത്വങ്ങളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദിന്റെ കയ്യിലൂടെ ഒരു മെമ്മോറിയൽ സ്വീകരിക്കാൻ വേണ്ടി 2 ബിസ്മില്ലാ അല്ലാഹു അക്ബർ. പ്രസിഡന്റ് നമ്മുടെ മദ്രസന്റെ SBS കുട്ടികൾ നല്ല മദ്രസന്റെ ആവശ്യത്തിന് വേണ്ടി എല്ലാ ഒത്താശകൾ ചെയ്തു തന്ന കുട്ടികളും പ്രവർത്തകന്മാരുണ്ട്. SBS വേണ്ടി ബഹുമാനപ്പെട്ട അവിടുത്തെ സദർ ഉസ്താദ്, ഖത്തീബ് ഉസ്താദ്, നമ്മുടെ സാധുവിൽ റാത്തീബ് വ്യത്യസ്ത പരിപാടിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട റാത്തീബായിരുന്നു. ആ പരിപാടിക്ക് സഹകരിച്ച വ്യക്തിത്വങ്ങൾ ഒന്നല്ല, ഈ 10 വർഷവും നല്ല റാഹത്തോടെ എല്ലാ സമയത്തും ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ സഹകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് വന്യരായ മൂസ ഹാജി, ഹമീദ് ഷാ, ഇക്ബാൽ, അബ്ദുള്ള, അങ്ങനെ തുടങ്ങിയ പ്രേയർ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അല്ലാഹു ആയുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു ഏറ്റുകൊടുക്കട്ടെ. അവിടെ പരിപാടി നടത്തുമ്പോൾ ഞങ്ങളിവിടേക്ക് എപ്പോൾ വരുന്നതെന്ന് ചോദിച്ചിട്ട് സഹകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ. അല്ലാഹു അർഹമായ പ്രതിഫലം ഖാജ തങ്ങളുടെ വർഗ്ഗത്തുള്ള നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് വാഗ്ദാനം ചെയ്ത കൂട്ടത്തിൽ പൈസ കഴിഞ്ഞ വർഷം വാഗ്ദാനം ചെയ്ത കൂട്ടത്തിൽ ആദ്യം 10,000 രൂപ ഏറ്റെടുത്ത് അത് എൻ്റെ കയ്യിൽ ആദ്യം ഈ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ തന്നത് വന്യരായ നമ്മുടെ മാണിമുല ഹമീദിച്ചയാണ്. അടുത്ത വീട്ടിലാണ് ഇന്ന് നമ്മുടെ ഈ ആട്ടിറച്ചൊക്കെ ഉണ്ടാക്കിയ അൽഹംദുലില്ലാഹ് എല്ലാ ഒത്താശകളും ചെയ്തു തരുന്ന വ്യക്തിത്വങ്ങളാണ്. അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഹമീദിച്ച, മാണിമുല, ഇക്ബാൽ അവരൊക്കെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുസാഹജി മുസാഹജി ഇക്ബാൽ മാണിമുലക്കാർ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചു.
വിളിച്ചപ്പോ വന്ന ബഹുമാനപ്പെട്ട ഫാദിൽ ഉസ്താദ് അവിടുത്തെ ഭാര്യയാണ് ഞാൻ മയ്യത്ത് വൈവാണ് ക്ലാസ് നടത്തിയത്. പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും ഈ ക്ലാസ് വേണം, ഇൻഷാ അല്ലാഹ് മയ്യത്ത് മരിച്ചാൽ ആങ്കി പെണ്ണുങ്ങൾ മരിച്ചാൽ ഞങ്ങൾ കുളിപ്പിക്കുമെന്ന് പറഞ്ഞ് 10 പെണ്ണുങ്ങളോളം വരുന്ന സ്ത്രീകള് പേരൊക്കെ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഈ നാട്ടിൽ ആര് മരിച്ചാലും കുളിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഉസ്താദിന്റെ ഭാര്യന്റെ ക്ലാസ് കേട്ടിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു ഒക്കെ ആയുസ്മാഫി നൽകട്ടെ. ഉസ്താദ് എല്ലാവരും മുസ്തഫ മുഹമ്മദ് സുൽത്താൻ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് മുഈൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സറഹു ഹളറത്തി ഫഖുദ്ദീൻ ജിസ്തി സൽവാരി ഇലാ ഹളറത്തി ഹുസാമുദ്ദീൻ ജിസ്തി സാംബാരി ഖദ്ദസല്ലാഹു അസ്റാറഹും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وصيلتنا، أدركنا أغثنا انظرنا يا رسول الله صلى الله عليه وسلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, കരളിൻ്റെ കഷ്ണങ്ങളായ മുതഅല്ലിമീങ്ങൾ, ചെറുപ്പക്കാർ, ഒരുമിച്ച് കൂടിയ ലൈവിൽ ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാർ, ഒരു സംസാരത്തിൻ്റെ ആവശ്യം ഇവിടെയില്ല എന്ന് എനിക്കറിയാം. മഹാനായിരിക്കുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ-ജിസ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സറഹു അൽ-അസീസ് മഹാനവറുകളുടെ പേരിൽ നടത്തി വരുന്ന ഈ നാട്ടിൽ 10 വർഷത്തോളമായി നടന്നു വരുന്ന ഖാജ തങ്ങളുപ്പാപ്പയുടെ ആണ്ട് നേർച്ച അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയങ്കരനായ കുമ്പക്കോട് തങ്ങളുടെയും സുഖൈഫി ഉസ്താദിന്റെയും അവരെ കൂടെ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽപ്പെട്ട പരിസര ഗൾഫ് നാട്ടിലെ പ്രവാസികൾ ഉൾപ്പെടെ
പ്രവർത്തിച്ച സഹകരിച്ച നമ്മളെ പ്രിയപ്പെട്ട ആളുകളോടൊക്കെ പരിശ്രമത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു മജ്‌ലിസ് നീണ്ട ദിവസത്തോളം നടത്താൻ സാധിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ ഒരുപാട് സാദാത്തുക്കൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജഫരി തങ്ങളും അതുപോലെ നമ്മുടെ ആദൂരുള്ള നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾ ഉൾപ്പെടെ മറ്റു സാദാത്തുക്കൾ പണ്ഡിതന്മാർ എല്ലാവരും ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും മറ്റുള്ള നേരത്തെ സഖാഫി ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടെ നിക്കാഹുകൾ പാവപ്പെട്ടവരുടെ കുട്ടികൾക്കുള്ള നിക്കാഹൊക്കെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത സമയം അതും നടക്കും. സമയം വൈകിയത് കൊണ്ട് സംസാരിക്കാതെ നമുക്ക് ദുആ ചെയ്ത് ഇപ്പോഴുള്ള മജ്‌ലിസ് അങ്ങ് പൂർത്തിയാക്കാണ്. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചവരുണ്ട്. സാമ്പത്തികമായി പ്രത്യേകം ഏറ്റെടുത്ത പല ആളുകൾ നേരത്തെ സഖാഫി പറഞ്ഞില്ലേ, തങ്ങളും മറ്റുള്ള ബന്ധപ്പെട്ടവരൊക്കെ ഇതിനു വേണ്ടി വലിയ രൂപത്തിൽ പരിശ്രമിച്ച് ഈ പരിപാടി ഇങ്ങനെ വിജയിപ്പിക്കാൻ അത് വലിയ അധ്വാനമുണ്ട്. നമ്മുടെ വീട്ടിലൊരു പരിപാടി നടത്തുമ്പോൾ, ഒരു കല്യാണം നടക്കുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ആ രൂപത്തിലൊക്കെ നാം മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ വിപുലമായി നടത്തുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളും സാമ്പത്തിക ചെലവുകളും വിഷമങ്ങളൊക്കെ എത്രയാണെന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച സഹായിച്ച മുഴുവൻ സഹായികൾക്കും ഒരുമിച്ച് കൂടിയവർ ലൈവ് ശ്രദ്ധിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദ്വാരുന്നു. ഇവിടെ ഹാജാ തങ്ങളെ മൗലിദ് നടന്നിട്ടുണ്ട്, അവരുടെ മദ്ഹ് നടന്നിട്ടുണ്ട്, മറ്റുള്ള എല്ലാ ഖൈറാത്തുകളും ഇവിടെ നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 10 സ്വലാത്ത് ചൊല്ലി നമുക്ക് മജ്‌ലിസ് അങ്ങ് ദ്വാരുന്നു പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ മാസം നമ്മുടെ ഹാജി ഗുജറയിൽ നിന്ന് നമുക്ക് പ്രിയപ്പെട്ട നമ്മളെ പ്രിയ സ്നേഹിതൻ 5000 രൂപ 5000 രൂപ ഈ സദസ്സിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾ ചെറുതും വലുതുമായി നൽകിയ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسل والحمد لله رب العالمين. അല്ലാഹ് ഞങ്ങളെ ഈ മജ്‌ലിസ് ഈ ഹാജാ തങ്ങളുടെ ഈ ആണ്ട് നേർച്ചയുടെ ഇപ്പോഴത്തെ ഈ സമാപന ദുആ മജ്‌ലിസ് എല്ലാ അർത്ഥത്തിലും ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. എന്തെല്ലാം ഖൈറായ ഉദ്ദേശങ്ങൾ ആരിലെല്ലാം ഉണ്ടോ എല്ലാം നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ സ്വീകരിക്കണം റഹ്മാനെ. കുറഞ്ഞ സമയം ദുആക്കാണെങ്കിലും ആത്മാർത്ഥമായി ആമീൻ പറയാ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا
سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وسيلتنا، أدركنا أعوذنا انظرنا يا رسول الله صلى الله عليه وسلم. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا قهار يا الله، يا منتقم يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. أرحم الراحمين الملك الجبار يا الله، നിന്റെ ഫضل കൊണ്ട് റഹ്മത്തുൽ ആലമീനായ അഷ്റഫുൽ ഖൽഖായ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫ് കൊണ്ട് ഈ പരിശുദ്ധ മാസത്തിൽ, റജബിന്റെ മാസത്തിൽ മഹാനായ ഹാജതങ്ങൾ റളിയല്ലാഹു അൻഹു അവരുടെ 10ാമത്തെ ആണ്ട് നേർച്ചയെ പൈപ്പിച്ചാൽ പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹിജാബത്ത് നൽകണം റഹ്മാനെ. ഈ മജ്ലിസിനെ ഏറ്റെടുക്കണം അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജഫരി തങ്ങൾ, സുഖൈഫി ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട സാദാത്തുക്കൾ, നാട്ടുകാര്, ചെറുപ്പക്കാര്, നാമുമായി ബന്ധപ്പെട്ട പരിസര ഗൾഫ് നാട്ടിലെ പ്രവാസികൾ ഉൾപ്പെടെ ഒരുമിച്ച് കൂടിയവർ, ലൈവ് ശ്രദ്ധിക്കുന്നവർ, ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, സകല ആളുകൾക്കുമുള്ള ഹൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ആവശ്യങ്ങൾ വീട്ടി തരണം അല്ലാഹ്. കാര്യങ്ങൾ എളുപ്പമാക്കണേ അല്ലാഹ്. ദുനിയാവിലെ ആഖിറത്തിൽ നീ വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല റബ്ബേ. ഈ പരിപാടിയോട് സഹായിച്ച് സഹകരിച്ച തുടക്കം മുതൽ ഇന്നത്തെ ഈ സമയം വരെ, സമാപന സമയം വരെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട സ്നേഹികൾ റബ്ബാകുന്ന നീ എല്ലാവർക്കും ഖൈറാത്ത് ബറകാത്തുകൾ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, പല ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ നിരവധി രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ചെറുതും വലുതുമായ രോഗികൾ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ, ബ്രെയിൻ ട്യൂമർ, കിഡ്നിക്ക് തകരാറ്, അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട് ഹോസ്പിറ്റലുകൾ, ഡോക്ടർമാരെ ചികിത്സയിൽ, ICU, വെന്റിലേറ്റർ, വീടുകളിൽ കഴിയുന്ന രോഗികൾ ഉൾപ്പെടെ ഉണ്ട്. മഹാനായ ഹാജർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിൽ ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫ് കൊണ്ട് സകല രോഗികൾക്കും ആജിലായ ശിഫാ നൽകണേ അല്ലാഹ്. കാമിലായ സുഹത്ത് നൽകണം റഹ്മാനെ. രോഗികളായി ഞങ്ങളെ ഒരാളെയും നീ പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് കാലം രോഗികളായി നീ ഞങ്ങളെ നീട്ടിയിടല്ല അല്ലാഹ്. സകല രോഗങ്ങളും സുഖപ്പെടുത്തണം റബ്ബേ. ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ബറക്കത്തുള്ള, റിഫഅത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും റബ്ബാകുന്ന നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഇതൊരിക്കാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, കല്യാണത്തിന്റെ പ്രായമെത്തിയ സഹോദര സഹോദരിമാർ ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. ഗർഭിണികൾ സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഓപ്പറേഷൻ പോലെ പ്രസവങ്ങൾ, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്. ഖൈറായ മക്കളെ നീ നൽകണം റഹ്മാനെ. ഉള്ള ഞങ്ങളെ മക്കളെ സ്വാലിഹികളാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദർസിൽ പഠിക്കുന്ന, സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന, ഇവിടെ ഒരുമിച്ച് കൂടിയ സകല മുതഅല്ലിമീങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ സകല കുട്ടികളെയൊക്കെ ഉഖറവിയായ രൂപത്തിൽ ഉയർത്തി ഉന്നത സ്ഥാനത്തിൽ എത്തിക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ജോലിയില്ലാതെ നാട്ടിൽ ഗൾഫിൽ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. കടങ്ങളാൽ വിഷമിച്ച് പ്രയാസപ്പെട്ട നിരവധി ആളുകൾ പ്രത്യേകം ഈ മജ്‌ലിസിനോട് സഹായിച്ച് സഹകരിച്ച് ഏറ്റെടുത്ത പ്രിയപ്പെട്ടവർ
ലൈവ് ശ്രദ്ധിക്കുന്നവരുൾപ്പെടെ ആരെല്ലാം എങ്ങനെയെല്ലാം കടങ്ങളാൽ വിഷമിക്കുന്നുണ്ടോ ഈ പരിശുദ്ധ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് കടങ്ങൾ വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഉപ്പാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എളുപ്പമാക്കി തരണം റഹ്മാനേ. കടക്കാരായി ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും നീ ഞങ്ങളെ വശലാക്കല്ല റഹ്മാനേ. അർഹമുർ റഹീമായ റബ്ബേ, മരണപ്പെട്ടു പോയ സകല ജനങ്ങൾക്കും നീ മഗ്ഫിറത്ത് നൽകണം റബ്ബേ. എപ്പോഴാണ് ഞങ്ങളുടെ മൗത്ത് മരണം ഞങ്ങൾക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഏത് സമയം മരിക്കുകയാണെങ്കിലും അവസാനം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ ആഖിബത്ത് നന്നായി ഉസൂലുൽ ഖാതിമയിൽ സുഉൽ ഖാതിമയിൽ പെടാതെ ശൈത്താനെ ശർറിൽ പെടുത്താതെ അവസാനം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹ് കണ്ട് തബസ്സുമിൽ പിരിയാൻ ഇന്നത്തെ ഈ സമാപന മജ്‌ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനേ. ഈ മജ്‌ലിസിനെ ഏറ്റെടുക്കണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ مصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين برحمتك يا أرحم الراحمين. وصلى الله على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسل والحمد لله رب العالمين. السلام عليكم.